നമ്മുടെ MP പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഗർജിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. അതാവശ്യമാണെന്നും അറിയാം. ഈ വർഗീയ ഗവൺമെന്റ് മുസ്ലിം ഉമ്മത്തിന്റെ ചിരപുരാതനമായ അവരുടെ പിതാമഹന്മാർ പള്ളിയുടെയും മദ്രസയുടെയും കോളേജിന്റെയും ആവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്തിട്ടുള്ള കോടാനക്കോടി സ്വത്തിന്റെ ഏക്കർ കണക്കുള്ള ഭൂമികളും സ്ഥാപനങ്ങളും അതിന്റെ വാക്കിഫിന്റെ ഉദ്ദേശപ്രകാരം ചിലവഴിക്കണമെന്നുള്ള നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അതിൽ മറ്റുള്ള ആളുകളെയും തിരുകിക്കയറ്റി അത് കൈക്കലാക്കണമെന്ന വാദം ഇവിടെ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി മുറവിൽ കൂട്ടുന്നത് ആരാ? കോഴിയോട് ചില കുറുക്കന്മാർക്ക് വല്ലാത്ത സ്നേഹം, കോഴിയോട് സ്നേഹം കുറുക്കന്മാർക്ക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിന്റെ വഖഫ് സ്വത്തുകൾ കൊള്ളയടിച്ചിട്ടുള്ള വഹാബി മൗദൂദി കമ്പനികൾ ഇവിടെ വഖഫ് സംരക്ഷണം നടത്തുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തൊരു സംരക്ഷണമാണ് കുറുക്കൻ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, മരിക്കാത്ത ചില കാപാലികരായ ആളുകൾ കേരള വഖഫ് ബോർഡിൽ കയറി പല നിലക്കും ഇടനിലക്കാരായി നിന്ന് വഖഫ് സ്വത്തുകൾ പുട്ടടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാര് നോക്കും? ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ടും ഈ വഹാബി ലോബികളുടെ കോക്കസിലാണ് കേരളത്തിലെയും വഖഫ് സ്വത്ത്, വഖഫ് ബോർഡ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്ര അടിച്ചു മാറ്റി കട്ട സ്വത്തുക്കളുമായി മഹ്ശറയിൽ കള്ളന്മാരെ അള്ളാഹു ഹാജരാക്കുമെന്ന് പറയുമ്പോൾ കോഴിക്കോട്ടെ മൊഹീദ്ദീൻ പള്ളി ചുമന്നുകൊണ്ട്, ഹംസീൻകോട് മൊഹീദ്ദീൻ പള്ളി ചുമന്നുകൊണ്ട് മഹ്ശറ നിൽക്കാൻ മുജാഹിദിന് കഴിയുമോ? പള്ളികൾ അടിച്ചു മാറ്റിയ ആളുകൾക്ക് കഴിയുമോ? ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സ്വത്തുക്കളല്ലേ? ഇതിവിടെ അടിച്ചു മാറ്റിയില്ലേ? അതിന്റെ പേരിൽ ഇന്നും കള്ളക്കേസുകൾ നടക്കുകയല്ലേ? സാദാത്തുക്കളുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തി അടിച്ചു മാറ്റിയില്ലേ? അതിനിടയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയില്ലേ? അത് വാങ്ങി സംരക്ഷിച്ചതാണോ നമ്മൾ ഇവിടെ ചെയ്തു എന്ന് പറയുന്ന തെറ്റ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.